ആ ആന. ഇ ഫോർ എലഫന്റ്. കുട്ടികൾ തിരിഞ്ഞു നോക്കി. അതാ ഒരു ആന. ചേകാടിക്ക് ചുറ്റും കാടാണെങ്കിലും സ്കൂൾ വളപ്പിൽ ഇങ്ങനെ ഒരു അതിഥിയെ ആരും പ്രതീക്ഷിച്ചില്ല. ഉച്ചയോടെയാണ് കുട്ടിയാന ഗേറ്റ് കടന്നെത്തിയത്. കുറച്ചു നേരം മുറ്റത്ത് ഓടിക്കളിച്ചു. പിന്നെ വരാന്തയിലേക്ക് കയറി. അവിടെ അഴിച്ചു വെച്ചിരുന്ന കുഞ്ഞു ചെരുപ്പുകളിലൊന്ന് പാകമാവുമോ എന്നായി നോട്ടം. ഓഫീസ് മുറിയിലൊന്ന് മുട്ടി നോക്കിയപ്പോ ആരുമില്ല. പിന്നെ മുറ്റത്തിരുന്ന ബൈക്ക് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ടു. ഒടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കുഞ്ഞനാനയെ വലയിലാക്കി. ദിവസവും കാട്ടിലൂടെ പോകുന്നവരാണെങ്കിലും സ്കൂളിലെത്തിയ കുട്ടിയാന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൗതുകമായി. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് മുകളിൽ നിന്ന് ഭയങ്കര ശബ്ദം കേൾക്കായിരുന്നു, അലറുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ആനയാണെന്ന് പറഞ്ഞു കുറേ ആളുകൾ മുകളിലേക്ക് ഓടിച്ചു വിടുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുട്ടികളെ വേഗം ഭക്ഷണം കൊടുത്ത് സേഫാക്കി കുട്ടികളെ. രാവിലെ വനാതിർത്തിയിലെ കിടങ്ങിൽ വീണ ആനക്കുട്ടിയെ വനംവകുപ്പ് ജീവനക്കാർ കാട് കയറ്റിയെങ്കിലും ഉച്ചയോടെ തിരികെ എത്തി സ്കൂളിൽ കയറുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലാണ് നമ്മുടെ കൂടെയുള്ളത്. കമൽ, കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമായി അവരുടെയൊക്കെ നിലവിളിയൊക്കെ കേൾക്കുക, അവർക്കും കാണുമ്പോൾ ഒരു ഹരമായിട്ടുണ്ടാകും. എന്നാലും ചെറിയൊരു ആശങ്കയുണ്ട്. ആനയല്ലേ ഇറങ്ങി വന്നത്, കുട്ടിയാനയാണെങ്കിലും വലിയ ആനയാണെങ്കിലും. എപ്പോൾ പിടിച്ചോണ്ട് പോയി? ഈ ചേകാടി എന്ന് പറയുന്നത് വനത്തിനുള്ളിലുള്ള ഒരു ഗ്രാമമാണ്. ഒരു ഭാഗത്ത് കബനി നദി ഒഴുകുന്നു, ബാക്കി എല്ലാ ഭാഗത്തും ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഈ സ്കൂളിലേക്കുള്ള അധ്യാപകരൊക്കെ ഈ കാട്ടിലൂടെ സഞ്ചരിച്ചാണ് അവിടെ എത്തുന്നത്. കുട്ടികളിൽ അധികവും വനത്തോട് ചേർന്നൊക്കെ താമസിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നട്ടുച്ച നേരത്തെ ഒരു കുട്ടിയാന, കാട്ടാനക്കുട്ടി സ്കൂളിലേക്ക് ഓടിക്കയറി വരുമെന്ന് ആരും വിചാരിക്കുന്നില്ലല്ലോ. അത് വലിയൊരു കൗതുകമായി. ആദ്യം അമ്പരന്നു. അധ്യാപകർ കുട്ടികളെ ക്ലാസ് റൂമുകളൊക്കെ അടച്ച്, ജനലൊക്കെ അടച്ച് കുട്ടികളെ സുരക്ഷിതരാക്കി. വനംവകുപ്പ് ജീവനക്കാർ പുറകെ തന്നെ ഉണ്ടായിരുന്നു. നാട്ടുകാരും ഓടിയെത്തി. എന്തായാലും 1 മണിക്കൂർ കുട്ടിയാന അവിടെയൊക്കെ ചുറ്റി നടന്നു. അതിനുശേഷം വനംവകുപ്പ് വലയിലാക്കി കൊണ്ടുപോയി. രാവിലെ ഒരു കിടങ്ങിൽ വീണുപോയതായിരുന്നു. അവിടെ നിന്ന് വനംവകുപ്പ് കാട് കയറ്റി വിട്ടെങ്കിലും ഉച്ചയോടെ തിരിച്ചെത്തിയതായിരുന്നു ഈ ആനക്കുട്ടി.